നടക്കണം. എടാ കടയിൽ പോയി ഒരു കോഴിയെ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ 5 കോഴിയെ മേടിച്ചോണ്ട് വന്നേക്കുവാ. നിന്റെ മാമൻ വന്ന് വെട്ടിക്ക് റോഡായത്. എടാ ലാസ്റ്റത്തെ കോഴിയെ കണ്ടപ്പോ കൊന്നു കഴിഞ്ഞപ്പോ ആ കോഴി എന്റെ മുഖത്ത് ഇന്നെ തിന്നണോ അറിയാമോ? എനിക്ക് വയ്യ ആശാനെ തല്ലും വഴക്കൊക്കെ കൊണ്ട് ഇവിടെ കഴിയാൻ. എന്റെ പാസ്പോർട്ട് തരും, ഞാൻ പൊക്കോളാം. ഞാൻ മിറ്റത്തെ കിടപ്പുണ്ട്, പൊക്കോ പോരത്തോ. എന്നത് പാഷൻ ഫ്രൂട്ട്? പാസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ പാഷൻ ഫ്രൂട്ടിന്റെ കാര്യമാണോ പറയുന്നത്? എടാ ഇത് രണ്ടും പുറത്തോട്ട് പോകുന്ന സാധനല്ലേ ഇത്? പാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ പുറത്തോട്ട് പോകാൻ പറ്റുമോ? പിന്നെ പാഷൻ ഫ്രൂട്ട് നീ വയറ്റിൽ തന്നെ വെക്കോ, പുറത്തോട്ട് കളയത്തില്ല നീ. അതല്ല എന്റെ പാസ്പോർട്ട് കിട്ടുന്നത് ആശാനെ. പാസ്പോർട്ട് തന്നാൽ നീ ഗൾഫിൽ പോകും, എന്റെ സിംഗിൾ പണിയാവും. തന്നെ നീ ഗൾഫിൽ പോകും, പാസ്പോർട്ട് ആശാൻ എന്ത് വർത്തമാനം പറഞ്ഞത്? ആശാ കള്ളു കുടിച്ചു കഴിയുമ്പോ എന്നോട് പറയാറില്ലേ, എടാ നീ ഇവിടെ ഇങ്ങനെ എന്റെ കൂടെ നിൽക്കണ്ട, നീ രക്ഷപ്പെടേണ്ടവനാണ്, നീ ഗൾഫിൽ പോ, നീ പാസ്പോർട്ട് എടുക്ക്, ഒരു വിസ ഒപ്പിച്ച് നീ ഗൾഫിൽ പോ, നീ രക്ഷപ്പെടേണ്ടവനാന്നൊക്കെ പറയാറില്ലേ? അല്ല അതെന്താണെന്ന് അറിയാമോ? കാരണം ഇവൻ എന്തായാലും ഈ മൈക്കാട് പണിക്ക് പോയാലും വൈകുന്നേരം ഒരു സാധനം കൊണ്ട് തരും എനിക്ക്. പിന്നെ അപ്പൊ ഇവനോട് തിരിച്ച് എന്തായാലും ഒരു ഉപകാരം ഇവന് ചെയ്തു കൊടുക്കണ്ടേ? അപ്പൊ ഇവനെ ഒന്ന് ഉപദേശിക്കും, ഡാ കൊച്ചേ നമ്മളോട് നടന്നൊരു കാര്യമില്ല, കുന്ത് രക്ഷപ്പെട്ട എവിടെയും പോയി രക്ഷപ്പെടാ. അത് ഞാൻ പറയും. ആശാനെ പത്തിറങ്ങും ആശാൻ എന്നോട് എന്താ പറയുന്നത്? അത് അങ്ങനെ ഞാൻ പറയും, നീ പോകണ്ടെന്ന് പറയും, ഗൾഫിൽ പോകണ്ടെന്ന്. അതെന്താ കാര്യം ഞാൻ ചോദിക്കുന്നത്? നീ ഗൾഫിൽ പോയ ഡെയിലി എനിക്ക് സാധനം ആരും മേടിച്ചോണ്ട് എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ. വയ്യേ? ആ വയ്യ. വയ്യായോ? വയ്യ. നിനക്കേ ഇങ്ങനത്തെ ഒരു ആശാൻ എന്റെ ജന്മത്തിൽ കണ്ടതില്ല. ഒരുമാതിരി വേണ്ട 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 ആവശ്യത്തെ കാണിക്കുന്നത് വേണ്ട, അടിക്കുന്ന ആശാനെ അതിൽ ഞാൻ നിന്നോളാം. ഇങ്ങനത്തെ ഒരു ആശാനെ സകല കുണ്ടാപ്പണിയും പഠിപ്പിച്ച ആശാനെ, ഇങ്ങനത്തെ ഒരു ആശാനെ അടിക്കാൻ ചെപ്പക്കല്ല ഞാൻ പറിക്കുന്നവനെ കേട്ടെ. പിന്നെ മൂന്നാമത്തെ കൊണ്ട് നടക്കുന്നു ആശാന് വേറെ ആരുമില്ലേ ഈ വീട്ടിൽ? പിന്നെ അല്ല ആരും ആരെങ്കിലും വന്നിക്കാൻ പറ. ആരും വന്നിരിക്കാൻ നിനക്കറിയത്തില്ല കേട്ടോ. എന്ത് ആശാന് വേറെ ആരും ഇല്ലാത്ത അടിക്കണ്ട ആശാനെ. വേണ്ട ആശാനെ, എങ്ങനെ അടിക്കാം ആശാനെ? ആശാനെ എങ്ങനെ അടിക്കില്ല ആശാനെ, നെഞ്ചുവേന എടുക്കും ആശാനെ. വേണ്ട ആശാനെ, ഞാൻ നിന്നോളാം ആശാനെ. നിനക്കറിയത്തില്ലേടാ ഞാൻ തന്നില്ലാത്തവരാന്നറിയാൽ അത് നാട്ടുകാർ മുഴുവനും പറയുന്നുണ്ട് ആശാൻ തന്നില്ലാത്തവനാണെന്ന്. അയ്യോ വേണ്ട ആശാനെ, ഞാൻ വെറുതെ പറഞ്ഞ ആശാനെ വേണ്ട ആശാനെ, വേണ്ട ആശാനെ, എനിക്ക് വേണ്ട ആശാനെ. അയ്യോ അതാ പറഞ്ഞേ. എന്റെ അച്ഛനും അമ്മയും കുഞ്ഞിനെ അങ്ങ് മരിച്ചു പോയാന്നൊക്കെ എല്ലാവർക്കും അറിയാലോ, നിനക്കറിയാമല്ലേ? പിന്നെ എനിക്ക് ആകെ ഉള്ളത് ബാംഗ്ലൂർ ഒരു അമ്മാവനും അമ്മായി, പിന്നെ അവർക്കൊരു പെങ്കൊച്ചാണ്. ഞങ്ങളെ ഇവിടെ ഒന്നോട് കുഞ്ഞിലേ കണ്ട, പിന്നെ അവർ അന്ന് അങ്ങ് ബാംഗ്ലൂർ പോയതാ. ആണല്ലേ? ആ കണ്ടാ പോലും അറിയാം. അതേ ഉള്ളു എനിക്ക്. എന്താ പിന്നെ അവരാരെങ്കിലും ഇവിടെ നിൽക്കാൻ പറ. നീ എന്താ ഓർത്താനാ പറയുന്നത്? എന്താ അന്തസ്സുള്ള ആരെങ്കിലും എന്റെ കൂടെ വന്ന് നിൽക്കോളൂ? നീ ഒന്ന് ആലോചിച്ച്. ഇവിടെ തറവാട്ടി പറഞ്ഞ ആരെങ്കിലും എന്റെ കൂടെ നിൽക്കൂ? നാണോ മര്യാദയുള്ള ആരെങ്കിലും ഒരുത്ത എന്റെ കൂടെ വന്ന്? അതെന്നെ വർത്തമാനം ആശാന പറയുന്നത്. ഞാനിപ്പോ ആശാന്റെ കൂടെ നിൽക്കുവല്ലേ. ഞാൻ ഇല്ലാത്ത വല്ലതും പറഞ്ഞോ, നീ എന്തിനാ വിഷമിക്കുന്ന? പിന്നെ അതാ ഞാൻ പറഞ്ഞ നിനക്കല്ലേ പറ്റത്തുള്ള. ഇതൊക്കെയാണ് പറഞ്ഞത് ഞാൻ ആശാനോട് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞു. ആശാന്റെ കുടുംബത്തിൽ ആശാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഗുണ്ട, ബാക്കിയെല്ലാം നല്ലതാ. കണ്ടില്ലേ, ബാംഗ്ലൂർ ഒരാള്, ഹൈദരാബാദിൽ ഒരാള്, ആശാൻ മാത്രം ഗുണ്ടയായി പോയി. കൊട്ടേഷൻ ഇതെന്ത് കൊള്ളേന്നോട്? എടാ ഞാൻ മാത്രം എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയാണിത്. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഭയങ്കര ഗുണ്ടയിലായിരുന്നു. ഗുണ്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഈ മറ്റേ സേനാപതിയായിരുന്നു, സാമൂതിരിയുടെ സേനാപതിയായിരുന്നു. സേനാപതിയോ? ആ അറിയത്തില്ല പുള്ളി? എനിക്കറിയത്തില്ല കേട്ടോ, സത്യമായിട്ട് എനിക്കറിയത്തില്ല. ഇയോടി അപ്പൂപ്പനെ അറിയാൻ പയ്യ സാമൂതിരിയുടെ എനിക്കറിയാമെന്ന്. മൊബൈലിട്ട് ബാലൻസ് ചെക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പോലെ ഇരുന്നിട്ട് വേണ്ട ബാലൻസ് ചെക്ക് ചെയ്യാൻ. എന്റെ എവിടെ പോവാ? വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞ തമാശ പറഞ്ഞു. ചെറുസ്വാമി ബാലൻസ് ചെക്ക് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പൂപ്പന്റെ പേര് ബാലൻസി, അത് ചെക്ക് ചെയ്യാൻ ബാലൻസ് ചെയ്യാം. ആ ചെക്ക് കാണുമല്ലോ വരുന്നില്ലേ? വരുന്നില്ലേ? സാമൂതിരിയുടെ പടനായകൻ അങ്ങനെ അടിച്ചു നോക്കി. സാമൂതിരിയുടെ പടനായകൻ അങ്ങനെ അതടിക്കുമ്പോ വരും. അല്ല പിന്നെ അങ്ങനെ അങ്ങ് വിട്ടാ എന്തുവാ? അല്ലേ കുട്ടിയോ? അയ്യോ അയ്യോ ആശാന്റെ പടം വന്ന്. അയ്യോടാപ്പനെ ആശാന്റെ പടം ആണ്ടാ എന്റെ പടം വന്നേക്കുന്നു. അല്ല ഇത് എങ്ങനെ എന്റെ പടം വരായിരിക്കും? ഗൂഗിളിൽ സാമൂതിരിയുടെ പടനായകൻ നടിച്ചു നോക്കാൻ പറഞ്ഞ സാമൂഹ്യ വിരുദ്ധനെ നടിച്ചു നോക്കിയാ പിന്നെ എന്റെ പടം വരായിരിക്കും. കേട്ടടാ മനുഷ്യനെ നമ്മ കട്ടപ്പണിയും ചെയ്തിട്ട് വന്നേടാ വയ്യടാ ചേച്ചിനും. അതുകൊണ്ട് ചേച്ചി എടാ കിഴങ്ങാടാ മസാജ് ചെയ്യടാ. 2 പ്രാവശ്യം ചെയ്ത് ആശ വാട്സപ്പെടുത്ത് നോക്ക്. എന്തോ ചെയ്യ ഒന്ന് ദേഹം മസാജ് ചെയ്യാൻ പറഞ്ഞേനെ. ഇങ്ങനെ ഇരിക്കുന്ന മഞ്ഞ കൊണ്ടാ മസാജ് ചെയ്തേക്കുന്ന. മസാജ് ചെയ്യാനാണ് പറഞ്ഞത്. എന്റെ പൊന്നാശാനല്ലേ? വേണ്ട ആശാനെ, ആശാനെ വേണ്ട ആശാനെ. അയ്യോ തല്ലല്ല ആശാനെ. തണ്ട ഈ എണ്ണ എടുത്ത് കയ്യിലോട്ട് തോന്നിയാത്ത കൊണ്ട് നടക്കണം. അങ്ങ് വെളച്ചിൽ തമാശ ചേർക്കല്. വെളച്ചിലല്ല ആശാനെ, ഞാൻ കാര്യമല്ല പറയുന്നത്. ഇമാതിരി തല്ലുകൊണ്ടെന്ന വേറൊരു ശിക്ഷ എങ്ങും കാണത്തില്ല കേട്ടോ. മറ്റേ താളത്തിലടിയതാ അമ്മ. പ്ലേറ്റ് എടുത്തോ. എന്തിനാ? ഫ്രൈഡ് റൈസ് കഴിക്കാം. അടിച്ചത് തലച്ചോറ് കലക്കാനാണ് ഞാൻ പറഞ്ഞത്.
അല്ല. എടാ മസാജ് ചെയ്യാൻ മര്യാദയ്ക്ക് ചെയ്യടാ. ആശാനെ ഓ ആശാനെ ഒരാളെ നമ്മുടെ ഒന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആശാനെ ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു കേട്ടാ. തവള കരയുന്നുണ്ട്. ഏ? അയ്യോ വേണ്ട, അയ്യോ വേണ്ട, ആശാനെ വേണ്ട, അറിയില്ല. അയ്യോ എന്താ പറയാ? മഴ പെയ്യാൻ തവള കരയാന്നറ. എന്ത് പറയാ? പറവള്ളി കയറി കുത്തിപ്പിടിച്ചിട്ട് തവള കരയാന്ന്. ആശാൻ അടവൊന്നും ഇപ്പൊ ഏക്കുന്നില്ല. അതാണ് കുഴപ്പം. പലയിടത്തൊക്കെ പോയി തല്ലു മേടിച്ചിട്ട് വന്നല്ലോ ആശാൻ. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ കാരണമാണോ ഈ തല്ലാത്രയും? പിന്നെ അറിയും. നീയൊക്കെ ഓരോന്ന് ഒപ്പിച്ച് നോക്കുന്നതന്നെ ഞാൻ ഈ വാലെ പിടിക്കും. ഞാൻ എന്താ ഒപ്പിച്ച് വെച്ചതായി പറയുന്നത്? എല്ലാ കോപ്പിൽ ആശാനായത്. അല്ലോ അയ്യോ കോപ്പിലാച്ചാനാ. പോകരുത്. മാപ്പ് മാപ്പ്. എടാ ആ വൈക്കത്തുണ്ടാ നിനക്കറിയാം നീ ഒരു പെങ്കൊച്ചിന്റെ പുറകെ പോയി അറിയാമോ? ഞാൻ എന്തോ പ്രശ്നം ഉണ്ടാക്കി ആശാൻ ഒന്ന് പറഞ്ഞതാ. ദൈവമേ ഞാൻ ആ വൈക്കം കാലം ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോ കാണാം 3 അവന്മാർ എന്റെ ഫ്രണ്ട് ഇരിക്കുക. ഒറ്റയ്ക്കുള്ളൂ ഞാൻ. കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കി. കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കിയിരുന്നപ്പോ അവര് മുട്ടുകാല് കൂട്ടിന് അടിതാവിക്ക് കയറ്റിയത്. അതുകൊണ്ട് എന്ത് പറ്റി? ഇപ്പൊ ഇങ്ങനെ നോക്കും. ഇങ്ങനെ കണ്ണിനും നോക്കും മുട്ടലും നോക്കും. ഇപ്പൊ പ്രശ്നമില്ല. ആണല്ലേ? ഞാൻ കണ്ണിലോട്ട് സൂക്ഷിച്ചു നോക്കിയോ കാണാം എന്റെ പുറകെ 4 പേര്. അതെങ്ങനെ ആശാൻ കണ്ട്? അമ്മാരെ കണ്ണി കണ്ടെന്ന് ഫ്രണ്ട് ഇരിക്കുന്ന അമ്മാരെ കണ്ണി കണ്ട്. പുറകെ നിൽക്കുന്ന ഫ്രണ്ട് നിൽക്കുന്നവരുടെ കണ്ണി കണ്ട്. കണ്ണി കണ്ടു. ഒറ്റത്തിരി ഇങ്ങനെ തിരിയുക. അപ്പൊ 3 പേരെ തന്നെ ന്യായമായിട്ട് കിട്ടി. പിന്നെ ഈ 4 പേരുടെ കണ്ണി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. അപ്പൊ കണ്ണി കണ്ട് 6 പേര് ഇവിടെ നിൽക്കുക പുറകെ. പുറകെ നിൽക്കുന്നവർ അതെങ്ങനെ കണ്ട്? പിന്നെ അമ്മാരെ കണ്ണി കണ്ടില്ല. പിന്നെ അപ്പൊ കണ്ണി കണ്ടവരുടെ എല്ലാവരുടെയും കിട്ടി. കണ്ണി കണ്ടവരെന്ന് അവന്മാരുടെ കണ്ണി ഞാൻ കണ്ടവന്മാരെ തന്നെ. അതാ പറയാ കണ്ണി കണ്ടവരെല്ലാം കിട്ടിയല്ലോ. പിന്നെ വേറെ മാർഗമില്ലല്ലോ അവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ. അവസാനം തറ്റ കയ്യങ്ങെടുത്തു. എങ്ങനെ? മുട്ടയിലങ്ങ് ഇരുന്ന്. അയ്യോ അതിനകത്തിന്. അയ്യോ അങ്ങനല്ല. അതാ ഞാൻ നല്ല ഉദ്ദേശത്തില് പറഞ്ഞേ. എന്റെ അവസാന തലമാണ്. ഞാൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? കണ്ണിലോട്ട് മണ്ണ് വാരി കിട്ടും. അടിപൊളി. എല്ലാരും ഓടിക്കണം. അല്ലേ എന്റെ കണ്ണി ഞാൻ തന്നെ വാരി കിട്ടും. പിന്നെ ഒന്ന് കാണണ്ടല്ലോ കൊണ്ടാ പോരടാ. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ അമ്മരിങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ഗ്യാപ്പിൽ കൂടെ ഞാൻ ഊളിട്ടങ്ങ് ഇറങ്ങി നേരെ വൈക്കം കാലിൽ പോയി ഇങ്ങനെ നടക്കുക. വരാലി കിടക്കുന്നത് ഇടാ ശാലം കഴിഞ്ഞ് ഞാൻ നോക്കിയാൽ 3 അവന്മാര് ബൈക്ക് കയറ്റി എന്നെ പുറത്ത് വെച്ചേക്കുവന്നു. അതെന്താ? അമ്മമാര് പറയാ പുതിയ ജങ്കാർ സർവീസ് ആപ്പറയിലോട്ട് ഇറങ്ങാനെന്ന്. ഇതാ പിള്ളേരല്ലേടാ. ഞാൻ പിന്നെ ഇങ്ങനെ നീന്തി പിള്ളേരെ 3 പേരെ അപ്പുറത്തോട്ട് ഞാൻ ഇട്ടിയ. ഈ ആറ്റുവാള ഉണ്ടായിരുന്നു ആശാന. ആറ്റുവാളെങ്കിലും ആശാന വെട്ടിയില്ലല്ലോ എന്നാലോക്കായിരുന്നു. 3 സെക്കൻഡ് കഴിഞ്ഞാൽ എന്റെ നാം അങ്ങനെ ആശാനെ അങ്ങനെ ആയി പോകുന്ന കുഴപ്പമില്ല. തല്ലാതിരിക്കണം. ഞാൻ ഒരു കാര്യം പറയാം. എന്ത് കാര്യം? അല്ല ഇവിടെ ഒരാൾ വേണം. എന്തിന്? ഒരു പെണ്ണ് ഇവിടെ വേണം. എനിക്കാരും ഇല്ലടാ. നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകാടാ. അതല്ലേ എനിക്ക് പറ്റത്തില്ല ആശാൻ. ആശാന്റെ തല്ലും കൊള്ളണം. ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യണം. ഇതൊക്കെ പിറകി എടുക്കണം. വേലക്കാരി വേണോ? ആ വേലക്കാരി വേണം. നിന്റെ ഇഷ്ടത്തിന് വേലക്കാരി എങ്കിൽ വേലക്കാരി പ്രായമുള്ള ചേച്ചോ. ആ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു. ആശാൻ ഏർപ്പെടുത്തിയ അറിയാത്ത പോലെ. എനിക്കറിഞ്ഞോളൂ ആരാ. അല്ല ആരാ? നിങ്ങൾ ആരാ? താനാരാടോ? ആശാന്റെ ശിഷ്യനാണ് ഞാൻ. ഇനി ആശാൻ ഏതാ? ഞാൻ ആരാണെന്ന് അറിയണമെന്നുണ്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ ചെന്ന് ചോദിക്കണം. ഞാൻ ആരാന്ന് കേട്ടോ. ആചാൻ ആരാന്ന് ഞാൻ അവിടെയൊക്കെ പോയി ചോദിക്കുന്നത്. എടാ എനിക്ക് തോന്നുന്നു ഇനി മറ്റേ ഹിന്ദിക്കാരുടെ ലോൺ ആപ്പ് എടുത്ത് അതുപോലെ വേണടാ. ഹിന്ദിക്കാരൊന്നുമല്ല. ഹിന്ദിക്കാരെ കണ്ട എനിക്കറിയാം. ഉണ്ണിയേട്ടൻ എന്നെ മനസ്സിലായോ? ഉണ്ണി എന്നാ പേരെന്നങ്ങനെ മനസ്സിലായില്ലല്ലേ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മാമ്പഴം വേണോന്ന് പറഞ്ഞു വാശി പിടിച്ചിരുന്നു. അല്ല അങ്ങനല്ല. അത് പിന്നെ അതങ്ങനെ ഒന്ന് പറഞ്ഞു. അതങ്ങനല്ലേട്ടാ. അതങ്ങനല്ല. അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്കൂളിൽ പഠിക്കുമ്പോ ഒരു മാഷ ഓർമ്മയില്ല ചക്കര മാവ് നിറച്ച് മാമ്പഴം പഴുത്ത് തൂക്കി കിടക്കും. ഒരു ചെറുപ്പിള്ളിക്ക് മാമ്പഴം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞു. മാധവൻ മാവിന് വലിഞ്ഞു കയറി. മാവിന് നിറച്ച് പുളിയനൂറുമ്പായിരുന്നു. പുളിയനൂറുമ്പ് കടിച്ചിട്ട് മാധവൻ നിലത്ത് വീഴുമ്പോഴും 2 ചക്കര മാമ്പഴവും മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. രുക്മിണിക്ക് ഓർമ്മയില്ലേ? അങ്ങനെ യന്ത്രമൊന്നുമില്ല. ഒരു യന്ത്രം അങ്ങനെയാണ് പറയേണ്ടത്. എങ്ങാണ്ട് എങ്ങാണ്ടൊന്നൊരു ഹരിതേക്കവൻ ചേട്ടനെ പഠിച്ചുകൊണ്ട് സാഹല സ്പോട്ട പോയി ഏറ്റെടുക്കുക. ഇപ്പൊ ഇതിലെ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ബാംഗ്ലൂരെ ഉണ്ണിയേട്ടന് ഒരു ആന്റി ആയിട്ട് റിലേഷൻ ഇല്ലേ? പൊളി വന്നല്ലോ. അത് എങ്ങനെ അറിഞ്ഞടാ? കുമുദമായിട്ട് ഒരു റിലേഷൻ ഉള്ള കേസൊക്കെ അറിഞ്ഞു വെച്ചേക്കൂ. അതെ ഇപ്പോൾ മനസ്സിലായില്ല? ഇല്ല. ബാംഗ്ലൂര് നിങ്ങൾക്ക് ഒരു ആന്റി ഉണ്ടോ? സുനിത ആന്റി. സുനിത ആന്റി എന്റെ അമ്മായി. ഞാൻ നേരത്തെ പറഞ്ഞു. സുനിത ആന്റിക്ക് ഭർത്താവ് പട്ടാളക്കാരനാണോ? സുഗുണ മാമൻ. എന്റെ മാമൻ. അതന്നെ. അവർക്ക് 28 വയസ്സുള്ള ഒരു സുന്ദരിയായ മോളുണ്ടോ? ഉണ്ട്. പക്ഷെ ഇപ്പൊ സുന്ദരിയാന്തോ ഈ കൊച്ചിനെ കൊണ്ടുപോയതാ. ഇവരെനിക്ക് അറിഞ്ഞാൽ കണ്ടിട്ടില്ല. ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടതല്ലേ?
ആളല്ലേ, പിന്നെ ഇതുവരെ കണ്ടിട്ടേയില്ലല്ലോ. ഇല്ല ഇപ്പൊ മനസ്സിലായോ? അത് പറ നമ്മള് പറയുന്നു. എന്റെ പൊന്നു. ഒരു 20 രൂപ ചില്ലറുണ്ട് താ. എന്നതിന് കൈനോട്ട പരിപാടി. ദക്ഷനെ കൊടുത്താൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും നമുക്ക്. നിന്നെ നോക്കാൻ ദക്ഷനെ കൊണ്ട് വെച്ചാൽ ഈ കൈ നോക്കി ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ. അയ്യോ, ഞാൻ കൈനോട്ട കാര്യമൊന്നുമല്ല. പിന്നെ ഏതാണ് ഇത് പറ. ആ അമ്മായിയുടെ മോളാ ഞാൻ, അമ്മു. എന്റെ അമ്മോ. അമ്മോ അല്ല, അമ്മു. അതല്ലത് ഇത്രയും ഉള്ളപ്പോ കണ്ടേടാ. ആണോ? ഓണ്ടോ എന്റെ അമ്മച്ചിയെ വലുതായി പങ്കുച്ചി. അയ്യോ, ഉണ്ണിയായിട്ട് കാള പോലെ വളർന്ന്. ഇവിടെ ഞാൻ പറയുമ്പോഴല്ലേ കുഴപ്പം. ആശാൻ കാളയും പൂത്തുമ്പോൾ വളർന്നെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറയാറുണ്ട്. ഇപ്പൊ പറഞ്ഞൂര് എന്ന് പറഞ്ഞ ആശാൻ കുഴപ്പമില്ല. അയ്യോ ആശാനെ ഒരുപാട് ദൂരം പോകരുത്, അടിയുടെ ആക്കം കൂടി വന്ന്. അയ്യോ, അതേ കയറി പിടിക്കേണ്ട വല്ല കാര്യങ്ങളുള്ള കാര്യമാണ്. ഞാൻ സന്തോഷമുള്ളൊരു വാർത്ത കൊണ്ട് വന്നേക്കുന്നേ. ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിന്ന് അടിച്ച് പൊളിച്ചിട്ടേ ഇവിടുന്ന് പോകുള്ളൂ. ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് എവിടെ പോകുന്നതറിയോ? UK-ലേക്ക്. നീ വേറെ ഇവിടെ അവന്റെ ആണുങ്ങൾ താമസിക്കും. ഇവിടെ ഞങ്ങൾ രണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്രയും കാലം അമ്മാവനും അമ്മായി എന്നെ തിരക്കിയില്ലല്ലോ. പിന്നെ ഞാനിവിടെ ആര് വേണ്ട. അല്ല അപ്പൊ എനിക്ക് വേണം. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ നിൽക്കും. നീ ഒരു കാര്യം ചെയ്യ്, ലോഡ്ജ് റൂം എടുത്തരാം, അവിടെ പോയി. ബാംഗ്ലൂരിൽ നിൽക്കുന്നായിരുന്നല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, മറ്റേ മൻമോഹൻ മാമൻ അങ്ങ് പോയില്ല. മൻമോഹൻ മാമന്റെ അടുത്ത് പോകുന്നില്ല. കുശലച്ചിട്ടാണ് അങ്ങ് പോയില്ല. അങ്ങോട്ട് പോകുന്നില്ല. എങ്ങും പോത്തില്ലേ? ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്തുവാടാ കൊച്ചത്? ഈ കൊച്ച് ബാംഗ്ലൂരിൽ എന്ത് കോഴ്സിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞേ? ഓപ്പോസിറ്റ് സ്പീച്ച്. എന്ത് ചോദിച്ചാലും ഓപ്പോസിറ്റ് സ്പീച്ച്. അതിന് പഠിച്ചോണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് സുഖമാണോ? അമ്മ എങ്ങനെ ഇരിക്കുന്നത്? അയ്യോ, അച്ഛന്റെ തലയിലെ പൊട്ടി ആശുപത്രിയില്ല. കണ്ടോ, ഓപ്പോസിറ്റ് സ്പീച്ച്. അവിടെ അമ്മയ്ക്ക് സുഖമാണോ ചോദിച്ചപ്പോ അച്ഛൻ തലപൊട്ടി ആശുപത്രി കിടക്കും. അയ്യോ, അതല്ല അമ്മയുടെ സുഖവും വിശേഷം തന്നെ പറഞ്ഞത്. അമ്മയാണ് അച്ഛന്റെ തലയില അടിച്ചു പൊട്ടിച്ചത്. അപ്പൊ ഏതോ ഒരു പുതിയ വേലക്കാരി വന്ന് അവിടെ കേറി കിട്ടി മാമന് കണക്കിന്. ഈ കൊച്ചു ഇവിടെ ആകെ പ്രശ്നമാവും. നമ്മളെ പടിഞ്ഞാപ്പുറത്തെ മുറി കയറിയാറുണ്ടല്ലോ, മൊത്തം പണിയാവുക. അവിടെയാണ് ചൂടല്ലായിരിക്കുന്നത്. ആണോ? അല്ലല്ല, അത് ഞാൻ പിടിക്കാം. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ പിന്നെ വേണം ഇവിടെ നിന്നോ. പക്ഷെ ആ പടിഞ്ഞാറല മുറിക്കകത്ത് കിടന്നോണം. അത്രേ ഉള്ളൂ. കണ്ടോ, ഓപ്പോസിറ്റ് സ്പീച്ച്. നിൽക്കുന്നേരം നേരെ ഓപ്പോസിറ്റ്. അങ്ങനെ കുഴപ്പമില്ല. എടുത്തോണ്ട് പെട്ടി പ്രമാണം എടുത്തോണ്ട് നീ പോയി അങ്ങോട്ട് പോടി. തോണ്ട കിടക്കുന്ന റൂം. ആശാ ബാഗ് എടുത്തോണ്ട് പോവാനോ? വൃത്തിയിട്ട് വർത്താനം പറയാം. ഓടി അങ്ങോട്ട് ഈ കിടക്കപ്പുറത്തെ റൂം അങ്ങോട്ട് പോകും. നീ തന്നെ എടുത്തോ. ശരി കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ UK-ക്ക് പോകുമ്പോ ഇവിടുന്ന് ഒരാളെ കൂടെ കൊണ്ടുപോകും. അതാരെയാ? അത് സർപ്രൈസാ. സർപ്രൈസാ സർപ്രൈസ് പറഞ്ഞില്ലേ? പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. പണ്ടത്തെ പോലല്ല. പിന്നെ ശരീരത്തിന് മാത്രം മാറ്റുള്ളൂ, സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. ആടിയെല്ലാം ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുവാട്. അടിച്ചിട്ട് അങ്ങ് അവക്കങ്ങ് പോയാൽ മതിയല്ലോ. കിടന്ന് അടിക്കും. പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ആണല്ലേ? പിന്നെ അയ്യോ ഇനി കുഴപ്പമില്ല. എല്ലാം പ്രശ്നം വന്നത് ഇതെങ്കിൽ മൊത്തം ഇളകി കിടക്കുന്നുണ്ട്. ഇങ്ങനെ പിടിക്കുന്നു. പിന്നെ ഇപ്പം മോർപ്പണ്ണാന്നും പറഞ്ഞ അതാണോ അവള്? അതൊന്നല്ല, ബാംഗ്ലൂരിലെ ആശാന്റെ മാമന്റെ മോള് മിടുക്കിയ. ആണോ? അടിപൊളി. അങ്ങനാണല്ലേ? ഒന്ന് ആലോചിച്ചാലോ? ആലോചിക്കാം. ആശാന് ഞാനായിട്ടുള്ള ബന്ധം. ഞാൻ ഈ വീട്ടിലിങ്ങനെ സ്ഥിരമായിട്ട് കയറി വരുന്നു, ആശാനെ പരിരക്ഷിക്കുന്നു. ആശാന്റെ മാമന്റെ മോളെ എനിക്ക് വേണ്ടി ആലോചിക്കുക എന്ന് പറഞ്ഞത് മോശമല്ലേ? പോകരുത്. അയ്യോ പോകരുത്. നിനക്ക് തരുന്ന ഞാൻ ആലോചിക്കുന്ന കാര്യം ആലോചിച്ചോ പറയാ. എനിക്ക് തോന്നുന്നില്ല ആശാന പിന്നെ കെട്ടിച്ചേരുമെന്ന്. അല്ലേ തന്നെ കെട്ടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കല്യാണം ഞങ്ങളുടെ കഴിഞ്ഞ. കല്യാണം കഴിഞ്ഞു? എല്ലാവരും മാമനും മാമിക്കും എല്ലാവർക്കും അറിയാം ഓൾറെഡി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. പിന്നെ ചുമ്മാ ആശാന ഞാൻ വിശ്വസിക്കുന്നത് എന്നെ നുണ പറഞ്ഞ് വിശ്വസിപ്പിക്കും. സത്യമായിട്ട് നേര് അവള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഞങ്ങളെ കൂടെ ഇങ്ങനെ കറങ്ങി അടിച്ച് കളിച്ച് നടന്ന സമയത്ത് ഞാൻ ഈ താമരപ്പൂ എടുത്ത് ഇങ്ങനെ ഓടിച്ച് മാല ഉണ്ടാക്കി അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ കല്യാണം ഇപ്പോഴേ കഴിഞ്ഞ. ഇങ്ങനെ കഴിഞ്ഞല്ലേ? രജിസ്റ്റർ ചെയ്തായിരുന്നോ? രജിസ്റ്റർ ചെയ്തില്ല. അല്ല അന്ന് ഞങ്ങൾ മൈനർ അല്ലല്ലോ, ഞങ്ങൾ നേരല്ലോ. അതുകൊണ്ടാ പാളുണ്ടോ അവിടെ വെട്ടി കീറാൻ വേണ്ടി? എനിക്ക് ബുദ്ധിയില്ലായ്മ. കേക്ക് പോകരുത്. ബുദ്ധിയില്ലായ്മയല്ല കാണിച്ച് രജിസ്റ്റർ ചെയ്യണ്ടേ? പിന്നെ അത് പഞ്ചായത്ത് കൊണ്ട് രജിസ്റ്റർ ചെയ്താലും ആശാനാണത്. മൊണ്ണ ആശാൻ. അത്ര ഒരു അവസരം ഇതൊക്കെ ഇപ്പൊ അടിക്കാൻ പോരുത്. ഞാൻ കാര്യം പറയുന്നത്. അത്ര ഒരു സംഭവം കിട്ടിയിട്ട് ആശാൻ രജിസ്റ്റർ ചെയ്തായിരുന്നു. മോശമായി പോയില്ല. അന്ന് ലോക്ക് ചെയ്തിരുന്ന നിയമ തടസ്സം ഇല്ലായിരുന്നു. അപ്പൊ നിയമ തടസ്സം ഒന്നും ഇല്ലായിരുന്നു. എവിടുന്ന് ഈ അമ്പൽ പറിച്ച് എവിടുന്ന ഈ അമ്പൽപ്പൂ താമരപ്പൂ അമ്പലം കുളത്തിൽ ഓന്റെ പൊട്ടൻ അമ്പൽ കുളത്തിന്ന് അമ്പൽ പറിച്ചിട്ട് ആ
അമ്പലത്തിന്റെ മുറ്റത്ത് വെച്ച് താലി കെട്ടിയിട്ട് ആ അമ്പലത്തിൽ പോയി രജിസ്റ്റർ ചെയ്താ പോരാ. നശിപ്പിന് ഞാൻ സത്യം പറഞ്ഞ അവളെ കൊണ്ട് ഞാൻ അമ്പലത്തിലോട്ട് കയറി അവിടെ വെച്ച് കെട്ടാൻ ഓർത്തു. അപ്പൊ എന്റെ അച്ഛൻ വന്ന് എന്നിട്ട് എന്നെ ചൂരിൽ വെച്ച് ചന്തിക്ക് ഒരു അടി നടന്നിട്ട് എന്നോട് പറയാം എന്തിനാണ് നിക്കറില്ലാതെ അമ്പലക്കുളത്ത് ചാടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പോയത് അങ്ങനെ പറഞ്ഞു. ഇതൊന്നും കൂടെ ചെയ്യാൻ പറ്റുമോ? നിക്കറില്ലാതെ അമ്പലക്കുളത്ത് ചാടാനും എല്ലാം കൊണ്ട് ഇപ്പൊ അങ്ങോട്ട് പോടാ. അതല്ലെന്ന് ഈ താലി കിട്ടുന്ന ഒന്നും കൂടെ ചെയ്യാൻ പറ്റുമോന്ന്. എന്തിനാ അത് നമ്മൾ ഇനി കല്യാണം ഉറപ്പിക്കുമ്പോ ചെയ്യാടാ, വേറെ വിഷയമില്ലല്ലോ. ഓക്കെ, ഒരു കാര്യം ഉറപ്പാ, എന്താ ഈ പെണ്ണ് സെറ്റ് ആവും. സെറ്റാകും ഇല്ലടാ? സെറ്റാവും. സെറ്റാകും. സെറ്റാവും. എന്താ മദ്യം മേടിച്ചാൽ കിഴക്കൻ മുറിയിലെ വെച്ചേക്കുന്ന അവളെടുത്ത് അടിക്കും അവള് സെറ്റാകും. ഞാനേ ഇവിടെ വരുമ്പോ അടിക്കാൻ വേണ്ടി അത് ആദ്യം തന്നെ വന്ന് കട്ട് ഇവിടെ എടുത്ത് വെച്ചായിരുന്നു. വെച്ച് എന്നാ ഇനി കുഴപ്പമില്ല, സെറ്റാവട്ടെ. എനിക്കൊരു കുഴപ്പമൊരു കാര്യം ഞാൻ ആശാനൊക്കെ തുറന്നു പറയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ പെണ്ണ് ആശാൻ ഇഷ്ടപ്പെടുന്നു. ആശാന് റൊമാൻറ്റിക് ഇല്ല. ആശാനെ എനിക്കോ റൊമാൻറ്റിക് ഇല്ല. ആശാനെ എനിക്ക് റൊമാൻറ്റിക് ഇല്ല. എനിക്ക് റൊമാൻറ്റിക് ഇല്ലായിരിക്കണം. ആശാന് പ്രണയം ആശാന്റെ മുഖത്ത് സ്ഫുരിക്കുന്നില്ല. ഇതെന്നാണോ ഇത് കൊണ്ടു നടക്കുന്ന എന്തിനാ? ഞാനൊരു ഗുണ്ടയാ സുഹൃത്തെ. എന്തുണ്ടാണെങ്കിലും ഇത് മുഖത്ത് ഇങ്ങനെ പ്രസരിക്കണം. അതെന്തോ ചെയ്യണം ഞാനിപ്പോ? അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ അഭിനയിക്കാൻ അറിയോ? അഭിനയിക്കുന്നില്ല. എന്താ ഒന്നും മര്യാദക്ക് ചിരിക്കാൻ പോലും അറിയാത്ത എനിക്ക്. നമ്മൾ ഈ ഇങ്ങനെ ഇതല്ലടാ, അതാണ് കുഴപ്പം. ആദ്യം വേണ്ടത് നല്ലൊരു ചിരി. ചിരിയോ? ഒരു പെണ്ണിനെ കാണുമ്പോ അവളെ ആദ്യം മുഖത്ത് നമ്മുടെ എക്സ്പ്രഷൻ പിടിക്കേണ്ടതാണോ? ചിരി. ചിരി എനിക്ക് വരത്തില്ല. ആശാൻ ചിരിച്ചേ, ചിരിച്ചേ. എനിക്ക് അതാണ് ആശാന് മാത്രം ചിരിക്കാമോ? എനിക്ക് വരത്തില്ലടാ. അത് ഞാൻ പ്ലോട്ടിന് കിടന്നില്ല, പ്ലോട്ട് കൊണ്ടിരുത്തില്ലേ അതുപോലെ ഇരിക്കുന്നു. ചിരി വേണ്ട, വേറെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചിരി എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. ആശാൻ കണ്ടു. ഒറ്റ കിലോ ചിക്കൻ മേടിച്ചു കൊടുത്താൽ ഈ ചിരി തീരുവാ. അവന്റെ ഈ ഫ്രണ്ടിലത്തെ പല്ലിന് 2 പല്ലിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതിനകത്ത് മറ്റേത് കയറ്റി ഡമ്മി ഒട്ടിച്ച് വെച്ചേക്കുക. ചിക്കൻ കടിക്കാൻ ആ പുല്ല് ഇങ്ങനെ നീ ഒന്ന് പറയടാ. ആശാൻ അഭിനയിക്കണം. ആശാൻ അഭിനയിക്കണം. ആശാൻ ഡയലോഗ് വേണം. നാടക ഡയലോഗ് എല്ലാം അറിയാവാ? അങ്ങനെ ഇപ്പൊ ഞാൻ എനിക്ക് അങ്ങനത്തെ ഒന്നും അറിഞ്ഞൂടാ. ആശാൻ എന്താ ചെയ്യണമെന്ന് അറിയാം. ആദ്യം ആശാൻ ഒരു തോള് പതുക്കെ ഒന്ന് ചരിച്ചു പിടിക്കുക. തോള് ഒരു തോള് പതുക്കെ. ഇത് മതിയോ? ഒരു ലേശം. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടോട്ട് പതുക്കെ നടക്കണം. എന്നിട്ട് ആ കുട്ടിയുടെ മുഖത്ത് കണ്ണിൽ തന്നെ നോക്കണം. എന്നിട്ട് പറയണം ഐ ലവ് യു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് പറയുന്നതിന് ഇപ്പൊ പറഞ്ഞോ? ഇവിടെ കിടക്കും ഇങ്ങനെ. ഇപ്പൊ കയറി പറയുമല്ലോ. എന്തൊക്കെ പറഞ്ഞു ആണോ? പിന്നെ അങ്ങോട്ട് ചെറുക്കൻ ഓരോരോ പാട്. ഐ ലവ് യു. അതൊക്കെ ചിരിക്കാശാനെ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതും ഓക്കെ. നീ ഇല്ലാതെ എനിക്ക് TV വെക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ വരത്തോളൂ, അങ്ങനെ വരത്തോളൂ, അങ്ങനെ വരത്തോളൂ. ആരെങ്കിലും പറഞ്ഞോ? പിന്നെ എന്തിനാ ഈ പഴയത് കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണ്ടത്? നീ ഒരു കാര്യം, നീ ഒരെണ്ണം കോഴി, നീ ഒരെണ്ണം കോഴി. എന്നിട്ട് ഞാൻ എനിക്കറിയാലോ ഇങ്ങനെയുള്ള പെൺപിള്ളേരെ നമ്മൾ വീട്ടിൽ കയറ്റാൻ പാടില്ല. എല്ലാ കാര്യം പറഞ്ഞു. അതൊക്കെ എന്റെ മാമന്റെ പോലല്ലേ ഞാൻ കെട്ടാൻ പോയത്. നീ എന്തിനാ അതിന്റെ ഇടയിൽ കയറി വരുന്നത്? അങ്ങനല്ലോ. അത് കൊള്ളാലോ. കോഴി കോഴി. അയ്യോ, പിടിച്ചേ. ഉണ്ണിയേട്ടൻ മദ്യപിക്കുന്നത് എനിക്കിഷ്ടല്ല. എന്റെ അടുക്കലേ പിന്നെ അല്ല, ഇത്രയും വർഷം അങ്ങനെ മദ്യപിച്ച് കിടന്ന് എന്റെ അടുക്ക ഒരു പെണ്ണ് കയറി വന്നിട്ട് മദ്യപിക്കുന്നത് ഇഷ്ടമല്ല പോലും എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഞാൻ അങ്ങ് അംഗീകരിക്കാനിരിക്കും. ഇതിനപ്പുറത്ത് അവന്മാര് പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടില്ല. അതാണ്. ഏതാ നീ ചുമ്മാ നീ എടുക്കടാ. ആശാന്റെ കാര്യം വേറെ. ഇന്നു മുതൽ ഇവിടെ മദ്യം ഇല്ല. ഞാൻ കൂച്ചില്ല. ആരും കൂച്ചണ്ട. അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ ഒരു പീരുവാകരുത്. പീരുവല്ല. അവൾക്ക് മദ്യം ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണ്ട. പിന്നെ ഒരു സിഗരറ്റ് എടു. ഒരു സിഗരറ്റ് എടു. മദ്യം വേണമെങ്കിൽ വേണ്ട. ചില പെണ്ണുങ്ങൾക്കെടാ എന്താണെന്നറിയാമോ? എന്താ പാടാ ഇത് ഈ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടല്ലേടാ. പിടിച്ചേടാ. ഉണ്ണേട്ടൻ സിഗരറ്റ് വലിക്കുന്നത് എനിക്കിഷ്ടല്ല. പോയി ഒരുത്തി അങ്ങ് കേറി വന്നോടനെ സിഗരറ്റ് വലിക്കലെന്ന് പറഞ്ഞ മദ്യം ഓക്കെ നമ്മൾ കാരണം കരള് പോകും. ഓക്കെ അത് വിട്ട് എന്നും പറഞ്ഞു നമ്മൾ ഗുണ്ടകളല്ലേടാ. എന്തായാലും ഒരു ലഹരി ഇല്ലാതെ എങ്ങനെയാടാ കേട്ടോ. അതൊക്കെയാണെങ്കിൽ പറഞ്ഞാലേ മനസ്സിലാകാത്ത കാര്യങ്ങൾ അതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഈ ആരും വലിക്കണ്ട. ഇനി
കേട്ടോ ഇന്ന് മുതൽ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ ഇവിടെ ഇല്ലേ. എന്തോ ഇവിടെയല്ല രണ്ട് ആണുങ്ങൾ താമസിക്കുന്ന വീടല്ലേ ഇത്? അതെ. ഒന്ന് ഇടയ്ക്ക് വൃത്തിയെങ്കിലും ആക്കിയിട്ടൂടെ? അല്ല നമുക്കതിനും ഞാൻ വേറെ കൊട്ടേഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ വൃത്തിയാക്കണ്ട, ഒരു വിളക്കെങ്കിലും ഒന്ന് കത്തിച്ച് വെച്ചൂടെ? ഞാൻ അടുത്താൻ പിടിച്ചോണ്ട് വരിക വിളക്കേ. ഇവിടെ കന്നുകൂടി തിരിച്ചു സമ്മതിച്ചു അവ സ്നേഹം കൊണ്ട് ഇഷ്ടം കേട്ടടാ. സിഗരറ്റ് ഒരു ഓക്കെ. അടുത്ത ഇനിയിപ്പോ വിളക്ക് കത്തിക്കണം ഇവിടെ ഞാൻ. ഞാൻ വിളക്ക് കത്തിച്ച് ഇവിടെ സന്ധ്യാദീപം ചൊല്ലാൻ എന്നാ ആശാൻ പറഞ്ഞു ഈ കേട്ടാ ഞാൻ എന്തോ വിട്ടടാ വിട്ടടാ. അല്ല തിളങ്ങുന്ന വഴിപാട് കാണുമ്പം ചുമ്മാ അല്ലല്ല അതിന്റെ അല്ല ആശാനെ കൊച്ചിന് വല്ല പ്രാന്തുണ്ട്. പുള്ളിക്ക് ദേഷ്യക്കരൊക്കെ ഉണ്ട്. പിന്നെ കത്തിനും ചോര കണ്ടിട്ട് പുള്ളി വെക്കത്തൊടുതാ എന്തു പരിപാടിയെ കാണിച്ച് ഞാൻ തന്നെ ഇവിടെ പുള്ളിക്ക് ബി പി കയറി പോയത് അറിയോ? ഇവിടെ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് ആർക്കറിയാം? ദീപം 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 ഉച്ചയായിരുന്നു. ഇതാക്കി ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തെളിയിച്ച് വെച്ചേക്കുന്നല്ല പിന്നെ അടച്ചു വെച്ചേക്കുന്ന പിന്നെ കെടുത്താൻ പറ്റുമോ? എന്ത് കൊള്ളയാന്ന് പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. എന്താ ഇങ്ങനെ വരുന്നറിയാവോ? ഉണ്ണിയേട്ടൻ ഒട്ടും മോഡേൺ അല്ലാത്തോണ്ട. അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞേ ഞാനുള്ളത് കൊണ്ട് ഓക്കെ ഇതൊക്കെ പറഞ്ഞു തരാൻ. മോഡേൺ അല്ല കറക്റ്റാ. ഞാനോ ഇമാതിരി മീശയും വെച്ച് ഇമാതിരി ഷർട്ട് വിട്ട് വിട്ടാ ബർമുട ഇട് എന്നിട്ടൊരു ഒരു ബനിയൻ ഇട് അകത്ത്. അങ്ങനെ കൊണ്ട് പിന്നെ സ്റ്റൈൽ ബ്രോയാവ് അങ്ങനൊക്കെ. എന്നാൽ പിള്ളേരല്ലേടാ? പിള്ളേരാണ് അതാദ്യം മനസ്സിലാക്കി. പല പല ഇതിലുള്ള പിള്ളേരെ ഞാനതേ എപ്പോഴും ഞാൻ കാണണമെന്നില്ല കേട്ടോ. ഇങ്ങനൊക്കെ പറഞ്ഞുതരാം. ചെല്ലും ആശാന്റെ കയ്യും നമുക്ക് വിഷയമുള്ള കേസൊന്നുമില്ല. ഓക്കെ അമ്മ കേക്കാൻ പറ. ഞാൻ ഇവിടെ എത്തി നേരത്തെ എത്തി. അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മോഡേൺ പയ്യന്മാരെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നാടൻ പയ്യന്മാരെ മതി. മുണ്ടൊക്കെ കൊടുത്ത് നാടനായിട്ട് അമ്പലത്തിലൊക്കെ പോയി നാട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി നടക്കുന്ന അങ്ങനെ ഒരാളെ മതി. മാറണം. ശരി ഇനിയിപ്പം അമ്മയ്ക്കും അച്ഛനും മോഡേൺ പയ്യന്മാരെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ശരി ശരി ഞാൻ ശരി ശരി ഞാൻ വിളിക്കാം കേട്ടോ അമ്മ. അല്ല ഇങ്ങനെ മോഡേണാ ആൾക്കാർ കണ്ട എടുത്ത് മുണ്ട് കൊടുക്കാം അങ്ങോട്ട്. ഞങ്ങളുടെ ഇങ്ങനെ അല്ല ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ട വൃത്തികേട് മുണ്ട് കൊടുക്ക്. എത്ര പ്രാവശ്യം പറഞ്ഞു ആവശ്യമില്ലാത്ത പരിപാടിക്ക് ഇല്ലടാ. ഞാൻ ഈ മുണ്ട് ഉടുക്കുന്ന താമസമേ ഉള്ളു. നീ വിഷമിക്കായി. ഞാൻ ഇതൊന്ന് ഉടുത്ത് തീർത്താൽ ഇങ്ങോട്ട് വന്നാ മതി. പിടിക്കാത്ത നീ ഒറ്റ നശിപ്പിച്ചു. ഞാനിനടുത്ത് നീ അല്ലടാ പറഞ്ഞ മോഡേൺ ഉണ്ടാക്കണം. മറ്റേ മോഡേൺ ഉണ്ടാക്കുന്ന അങ്ങനെ പറയുന്നത് ഞാനിപ്പോ എന്ത് ചെയ്യാനും? നീ കുഴപ്പമില്ല. നിനക്ക് എന്തോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാനിപ്പോ ആരുടെ ഇഷ്ടം നോക്കാണ്? നിന്റെ ഇഷ്ടമല്ലേ പിന്നെ നോക്കുന്നേ? ഇതെന്തോ പറയുന്നത്? നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇനി വേറെ എന്തോ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്തുള്ള ഇടപെടലും തേങ്ങ എന്നെ വലിച്ചെറിഞ്ഞ് കട്ടയെറിഞ്ഞ് ഇവിടെ അപ്പൊ ഇവൻ പറഞ്ഞു അങ്ങനാന്ന്. അയ്യോ അത് എന്റെ ചേട്ടനായോണ്ടാണ് ഞാൻ സ്നേഹം കാണിച്ചത്. കൊച്ചല്ലേ ആശാന്റെ ഇങ്ങനെ ഇടപെടുകിയത്? ആശാന്റെ കവളത്ത് പിടിച്ചത് ഇങ്ങനെ വൈറ്റത്ത് പിടിച്ചത് അതിന്റെ ചേട്ടനായോണ്ടാ. എനിക്ക് വേറെ ആളെ ഇഷ്ടമാ. അവനെ എനിക്ക് UK കൊണ്ടുപോണ്ടേ. ഞാനല്ല പറഞ്ഞത്. അല്ല ഞാൻ അത് പറയാനാ ഇവിടെ വന്നത്. ഈ നാട്ടിലെ ഒരു പയ്യനായിട്ട് ഞാൻ ഇഷ്ടത്തില്ല. അത് മുൻകൈ എടുത്ത് നടത്തി തരണം. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടെന്ന് അറിയാമോ? നീ ആയിട്ട് UK വന്നിട്ട് ഞാൻ അവിടെ ഈ കൊമ്മ മീശ വെച്ച് സായിപ്പാട്ട് ഞാൻ ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ വെറും മണ്ടനായിപ്പോയി. അങ്ങനെ ആശാൻ പോയായിരുന്നെങ്കിൽ എനിക്കും ഗുണമായിരുന്നു. എന്താ ഗുണം? എന്റെ പാസ്പോർട്ട് ആശാനായി ഇരിപ്പുണ്ടല്ലോ. ആശാനോട് ലണ്ടൻ വരാൻ മേലോ? അത് കറക്റ്റ് ആയിരുന്നാ. പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ ആശാനാണ് എന്റെ ഇത് മേടിച്ച നിന്റെ പാസ്പോർട്ട് ഞാൻ എവിടെ കൊണ്ട് പറ്റുന്നുള്ളത് മറന്നു. അത് വരെ പിന്നത്തെ കേസ്. അതുമില്ല. പക്ഷെ നീ എന്നെ മോഹിപ്പിച്ചാവത്തെ. നീ എന്നെ മോഹിപ്പിച്ചതാണ്. കണ്ണും കൈ കാഞ്ഞ് നീ എന്നെ മോഹിപ്പിച്ച എന്നെ ഇത്ര നീ വിളക്ക് വരെ ഞാൻ കത്തിച്ചേ. പിന്നല്ലേ എങ്ങനെ മോഹിപ്പിക്കുന്നത്? നീ തട്ടുമുട്ടിയോ കല്യാ? പിന്നല്ലേ ഇതെല്ലാം നിങ്ങളുടെ തെറ്റല്ലേ? എന്താ തെറ്റ്? ഇതാണ് എല്ലാ മലയാളികളുടെ സ്വഭാവം. ഒന്ന് അടുത്ത് പെരുമാറിയാല് ഒന്ന് ടച്ച് ചെയ്തിട്ട് സംസാരിച്ച അപ്പൊ പ്രേമം ഇഷ്ടം കല്യാണം. അല്ല മോളെ അത് എല്ലാ മലയാളികളുടെയും കുഴപ്പമില്ല. ഇതുപോലെ ചില കൂട്ടുകാരുള്ള ചില മലയാളികളുണ്ട്. അങ്ങനെയുള്ളവന്മാരെ മാത്രം കുഴപ്പമില്ല. അല്ല നീ പോകല്ലേടാ. അല്ല